ഹായ്, ഓടത്തി കിച്ചണിലേക്ക് സ്വാഗതം. ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ് ഡിഷാണിന്ന്. വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണ്. അത്യാവശ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതാണ്. കോൺ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്രോസൺ ആണ്. സ്വീറ്റ് കോൺ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസും ഫ്രഷാണ്, 3/4 കപ്പ് വേണം. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇടത്തരം വലുപ്പത്തിൽ 2 എണ്ണം ചതുര കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്, 3/4 കപ്പ് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റും പീസും 3/4 കപ്പ് വീതവും, കോൺ 1 കപ്പും, 3 കോഴിമുട്ടയും. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നുറുക്കിയത്, 5 വെളുത്തുള്ളി നുറുക്കിയത്, പൊടിയായിട്ടാണ് നുറുക്കിയേക്കണേ. രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഒന്ന് ചൂടാക്കാം. ഉള്ളി നുറുക്കിയത് 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ നിറം ഒന്ന് മാറണം. ഇനി ഗ്രീൻ പീസ് ചേർത്ത് ഇളക്കാം. സാധാരണ പീസാണ് എടുക്കണമെന്ന് വെച്ചാൽ വെള്ളത്തിൽ കുതിർത്ത് വേവിച്ചിട്ട് ചേർക്കാം. നുറുക്കി വെച്ച ക്യാരറ്റും, ഇത് കാണാനും അട്രാക്റ്റീവാണ്, നല്ല ന്യൂട്രീഷ്യസുമാണ്. ഒന്ന് വഴറ്റാം. ഇനി സ്വീറ്റ് കോൺ ചേർക്കാം. വേവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ചേർത്തേക്കണേ. കോൺ ചേർത്ത് ഒന്ന് ഇളക്കിയാൽ മതി, വഴന്ന് വരുന്നും വേണ്ട. തക്കാളി നുറുക്കിയത് 1/2 കപ്പ്. വേറെ വെള്ളം നമ്മൾ ചേർക്കണില്ല. ക്യാരറ്റിൻ്റെയും ഉള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ ജലാംശമുണ്ട്. ആദ്യം നമ്മൾ ചേർത്ത ഇഞ്ചിയും ഉള്ളിയൊക്കെയാണ് ഒന്ന് വഴന്ന് വരേണ്ടത്. ബാക്കിയൊക്കെ ഓരോന്ന് ചേർത്ത് ഒരു 10-30 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ആവിയിൽ വേവട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. തുറന്നിട്ട് ഒന്ന് ഇളക്കാം. ലോ ഫ്ലെയിമിൽ നിന്ന് വെച്ചാൽ മതി. വേവ് മൊത്തം ഒരു 5 മിനിറ്റ് മതിയാവും. അടച്ചു വയ്ക്കാം. ഇപ്പോൾ പാകമായിട്ടുണ്ട്. എല്ലാം വെന്ത് കഴിഞ്ഞു. പൊടികൾ ഒഴുകിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയി. പിന്നെ കോഴിമുട്ടയും കൂടെ ഉള്ളൂ. പാകത്തിന് ഉപ്പ് ചേർക്കാം. 1.5 ഹീപ്പ് ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഹീപ്പ് ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ഹീപ്പ് ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. നമ്മൾ സാധാരണ മുളക് പൊടി ചേർക്കണില്ല. കുരുമുളക് പൊടിയും പിന്നെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇളക്കി യോജിപ്പിക്കാം. പൊടികളൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി 3 കോഴിമുട്ട ചേർക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കണേ. നല്ലോണം യോജിപ്പിക്കാം. കോഴിമുട്ടയിൽ പൊതഞ്ഞ പോലെയാവും ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ, ഒരു കോട്ടിംഗ് പോലെയാവും. ഇപ്പോൾ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ 1 കോഴിമുട്ടയും 1 ക്യാരറ്റും 1/4 കപ്പ് കോണും അങ്ങനെ ബാക്കി ഇൻഗ്രീഡിയൻസും ചേർത്താൽ മതി. 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഈ ചൂടിൽ തന്നെ ഒന്ന് ആവട്ടെ. ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇടനേരത്തോ ആണ് കഴിക്കണമെന്ന് വെച്ചാൽ സ്പൈസസ് ഇത്തിരി കുറച്ച് ഇട്ടാൽ മതി. ഇത്രയും വെജിറ്റബിൾസോട് കൂടി തന്നെ കഴിക്കുമ്പോൾ വയറ് നിറയുകയും ചെയ്യും, വേഗം ഉണ്ടാക്കാനും പറ്റും. ഇപ്പോൾ കോൺ പീസ് എഗ് മസാല റെഡിയായി. സൈഡ് ഡിഷായിട്ടാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ വേറെ കറികളൊന്നും വേണ്ട. ഇതന്നെ മെയിൻ ഫുഡായിട്ടും കഴിക്കാം. ഇഷ്ടമായ ഓടത്തി കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. വേറൊരു വിഭവമായിട്ട് കാണാം. താങ്ക് യു.